Dear children, ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും അതിന്റെ വിവിധ കമ്പോണന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് മാർക്കറ്റിംഗ് മിക്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ്. ഇത് പ്ലേസ് മിക്സ് എന്നും അറിയപ്പെടുന്നു. ഉൽപ്പന്നങ്ങൾ ഒരിക്കൽ ഉൽപ്പാദിപ്പിക്കുകയും സുരക്ഷിതമായി പൊതിയുകയും ബ്രാൻഡ് ചെയ്യുകയും വില നിശ്ചയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവ ശരിയായ സ്ഥലത്ത് ശരിയായ അളവിലും ശരിയായ സമയത്തും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കണം. ഉദാഹരണമായിട്ട് ഞാൻ ഒരു ലക്സ് സോപ്പ് വാങ്ങാൻ, അതായത് ലക്സിന്റെ ഗുണമേന്മയും അതിന്റെ ഉപയുക്തതയെ കുറിച്ചൊക്കെ അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അത് വാങ്ങാൻ ആഗ്രഹിച്ച് ഞാൻ അടുത്തുള്ള ഒരു റീറ്റെയിൽ ഷോപ്പിൽ ചെല്ലുന്നു. ലക്സ് സോപ്പ് തരാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ആ കടയിൽ ആ ഉൽപ്പന്നം ലഭ്യമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സോപ്പ് വാങ്ങിക്കാതിരിക്കാൻ പറ്റൂല്ലോ. അപ്പോൾ അവിടെ ലഭ്യമായിട്ടുള്ള മറ്റേതെങ്കിലും ബ്രാൻഡുകൾ, അവിടെ ലക്സ് ഉണ്ടായിരുന്നില്ല, സിന്തോളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ സിന്തോൾ സോപ്പ് വാങ്ങാം. അപ്പോൾ ഉപഭോക്താവ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സാധനങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ഇതുവഴി വിൽപ്പന നഷ്ടപ്പെടും. അപ്പൊ എന്ത് സംഭവിക്കും? കമ്പനിക്ക് വിൽപ്പന നഷ്ടപ്പെടും. ആയതിനാൽ ഉപഭോക്താക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഉൽപ്പന്നം ഭൗതികമായി ലഭ്യമാക്കുക എന്നത് വിപണനക്കാരുടെ ഒരു പ്രധാന ഉത്തരവാദിത്തമാണ്. ഇത്തരത്തിൽ ഗുഡ്സ് ഫിസിക്കലി അല്ലെങ്കിൽ ഭൗതികമായി കൈകാര്യം ചെയ്യുകയും ഉൽപാദന സ്ഥലത്ത് നിന്ന് വിതരണ സ്ഥലത്തേക്ക് ചരക്കുകൾ നീക്കപ്പെടുകയും ചെയ്യുന്നതിനെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഭൗതികമായ വിതരണം എന്നാണ് പറയുന്നത്. ഇത് മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ വിപണന മിശ്രിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമുക്കിതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. പ്ലേസ്, കണ്ടോ? മാർക്കറ്റിംഗ് മിക്സിന്റെ 4 എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതില് പ്ലേസ് മിക്സ് തന്നെയാണ് ഏതെന്ന് അറിയപ്പെടുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല്? ഇറ്റ് ഇൻവോൾവ്സ് the handling and movement of goods from production center to the place of consumption. അതായത് സാധനങ്ങള് പ്രൊഡക്ഷൻ സെന്ററിൽ നിന്ന് കൺസംഷൻ പ്ലേസിലേക്ക്, അതായത് ഉപഭോക്താക്കള് ഉപയോഗിക്കുന്ന പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം പ്രൊഡക്ഷൻ സെന്റർ, അതായത് പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്ന് കൺസംഷൻ പ്ലേസിലേക്ക് ചരക്കുകൾ നീക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് അവിടെ പാഠഭാഗത്തേക്ക് പോകാം. നോക്കുക. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മേക്കിംഗ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ പർച്ചേസ് ദ സെയിം. ഉപഭോക്താവിന് വാങ്ങാൻ പറ്റുന്ന ശരിയായ സ്ഥലത്ത് സാധനങ്ങളെയും സേവനങ്ങളെയും ലഭ്യമാക്കുക എന്നതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് പഴയ ടെക്സ്റ്റ് ആണ്. ഇതിലെ കുറെ ഭാഗങ്ങൾ നമുക്ക് ആവശ്യമില്ല. ഇത് കിടക്കുന്നത് പഴയ ടെക്സ്റ്റിലെ പേജ് നമ്പർ 335 അതവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം പേജ് നമ്പർ 342 വരിക. 342 ഇതിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല. അപ്പൊ അത് വേണ്ട. ഇനി വേണ്ടത് നമുക്ക് 342 പേജില് 342 പേജില് ഇവിടെ തൊട്ടാണ് വേണ്ടത്. ഇവിടെ തൊട്ട് വീണ്ടും മാർക്ക് ചെയ്യുക. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മാർക്കറ്റേഴ്സ് ടു മേക്ക് ദി പ്രോഡക്റ്റ് ഫിസിക്കലി അവൈലബിൾ അറ്റ് എ പ്ലേസ് വെയർ ദ കസ്റ്റമേഴ്സ് വുഡ് ലൈക്ക് ടു ദം ബൈ. അപ്പോൾ ഒരു മാർക്കറ്ററുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സിന് ആവശ്യമായ സ്ഥലത്ത് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നാണ്, അല്ലേ? റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാർക്കറ്റേഴ്സ് ടു മേക്ക് ദ പ്രോഡക്റ്റ് അവൈലബിൾ അറ്റ് ദ പ്ലേസ് വേർ ദ കസ്റ്റമേഴ്സ് വുഡ് ലൈക്ക് ടു ദം ബൈ. എവിടെ നിന്നാണ് കസ്റ്റമേഴ്സ്, ഉപഭോക്താവ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, ആ സ്ഥലത്തേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒരു മാർക്കറ്ററുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദ ഫിസിക്കൽ ഹാൻഡ്ലിംഗ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ to the place of distribution is referred to as physical distribution, which is a very important element of marketing mix. Physical
ഡിസ്ട്രിബ്യൂഷന്റെ മീനിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ചരക്കുകൾ അല്ലെങ്കിൽ ഗുഡ്സ് ഭൗതികമായി കൈകാര്യം ചെയ്യുകയും ഉൽപാദന സ്ഥലത്ത് നിന്ന് വിതരണ സ്ഥലത്തേക്ക് ചരക്കുകൾ നീക്കപ്പെടുകയും ചെയ്യുന്നതിനെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഭൗതികമായ വിതരണം എന്ന് പറയുന്നു. ഇത് വിപണന മിശ്രിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകവുമാണ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനിങ് ആയിട്ട് ഇതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, physical distribution covers all the activities required to physically move goods from manufacturers to the customers. ഉൽപ്പന്നങ്ങൾ ഭൗതികമായി ഉൽപാദകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് സുരക്ഷിതമായി എത്തിച്ചു നൽകാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനകത്ത് ഉൾപ്പെടുന്നു. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഓൾ ആക്ടിവിറ്റീസ്, എല്ലാ പ്രവർത്തനങ്ങളും required to physically move goods from manufacturers to the customers. ഉൽപാദകന്റെ അടുത്ത് നിന്ന് ഉപഭോക്താവിന്റെ അടുത്തേക്ക് സുരക്ഷിതമായി ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഏതിന്റെ കീഴിൽ വരുന്നു? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനകത്ത് വരുന്നതാണ്. Important activities involved in the physical distribution include transportation, warehousing, material handling and inventory control. അതിനകത്ത് ഏതൊക്കെയാ വരുന്ന ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, ഗതാഗതം, അതുപോലെ വെയർഹൗസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടകശാലയിൽ അല്ലെങ്കിൽ ഗോഡൌണുകളിലൊക്കെ ഈ ചരക്കുകൾ സൂക്ഷിക്കുന്ന സ്ഥലം അല്ലെ, അതാണ് വെയർഹൗസ്. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ്, അതായത് ഈ ചരക്ക് വിവര പട്ടിക നിയന്ത്രണം അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യല്, മെറ്റീരിയൽ ഒക്കെ കൈകാര്യം ചെയ്യല്. ഇൻവെന്ററി കൺട്രോൾ എന്ന് വെച്ചാൽ എന്താ? ഈ സ്റ്റോക്ക് ഒക്കെ നിയന്ത്രിക്കുക, നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മളത് സ്റ്റോറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലെ. അപ്പോൾ ഇതെല്ലാം ഏതിനകത്ത് ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളാണ്? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനകത്ത് ഉൾപ്പെടുന്ന ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ. These activities constitute major components of physical distribution. ഈ പ്രവർത്തനങ്ങളാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രധാന ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവയെല്ലാമാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി നമുക്ക് പഠിക്കേണ്ടത് കമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ അല്ലെങ്കിൽ ഭൗതിക വിതരണത്തിന്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. നമ്മുടെ സ്ലൈഡിലേക്ക് നോക്കാം. കമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ്, ഓർഡർ പ്രോസസ്സിംഗ്, അതായത് നിർദ്ദേശം നൽകൽ അല്ലെ. It begins with the receipt of an order from the customer. It involves the preparation of invoice, instructions to the warehouse keeper for dispatch, granting of credit facilities, sending bills, etc. ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? കസ്റ്റമറുടെ അടുക്കൽ നിന്ന് ഒരു ഓർഡർ നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോൾ മുതൽ ഓർഡർ പ്രോസസ്സിംഗ് ആരംഭിക്കുകയാണ്. ഇറ്റ് ഇൻവോൾവ്സ്, ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പ്രിപ്പറേഷൻ ഓഫ് ഇൻവോയ്സ് അല്ലെ, ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ഇൻവോയ്സ് തയ്യാറാക്കണം അല്ലെ. ചരക്ക് വിവര പട്ടിക, ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് അതിന്റെ വിലയെല്ലാം ഉൾപ്പെടെയുള്ള ഒരു ഇൻവോയ്സ് നമ്മൾ തയ്യാറാക്കണം. ഇൻസ്ട്രക്ഷൻസ് ടു ദ വെയർഹൗസ് കീപ്പർ ഫോർ ഡെസ്പാച്ച്, ഉൽപ്പന്നങ്ങൾ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ വെയർഹൗസ് കീപ്പർക്ക് നൽകണം. ഈ ഉൽപ്പന്നങ്ങളെല്ലാം വെയർഹൗസിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്, അപ്പൊ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വെയർഹൗസ് കീപ്പർക്ക് നൽകണം. ഗ്രാൻഡിങ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, സെൻഡിങ് ബിൽസ്, അതുപോലെ ഇപ്പോൾ ക്യാഷ് തരുന്നില്ല, ക്രെഡിറ്റിലാണ് വാങ്ങുന്നതെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തണം. സെൻഡിങ് ബില്ലുകൾ അയച്ചു കൊടുക്കണം. ക്വിക്ക് പ്രോസസിംഗ് ഹെൽപ്സ് ടു റീറ്റെയിൻ ദ കസ്റ്റമേഴ്സ് ഫോർ എവർ. നമുക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഉൽപ്പന്നം കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ കസ്റ്റമറെ പിന്നീട് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അല്ലാതെ ഓർഡർ പ്രോസസ്സിങ്ങിന് ഒരുപാട് താമസമെടുത്ത് ഒരു മാസം കഴിഞ്ഞ് നമ്മളെ ഉൽപ്പന്നം എത്തിച്ചു കൊടുക്കുന്നതെങ്കിൽ പിന്നീട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധ്യത ഉണ്ടാവില്ല. നമ്മുടെ പാഠഭാഗത്തേക്ക് നോക്കാം. ഓർഡർ പ്രോസസ്സിംഗ്. A good physical distribution system should provide for an accurate and speedy processing of orders, in the absence of which goods would reach the customers late or in wrong quantity or specifications. This would result in customer dissatisfaction with the danger of loss of business and goodwill. എന്താണ് ഇവിടെ പറയുന്നത്? നിർദ്ദേശങ്ങളുടെ കൃത്യവും വേഗത്തിലുള്ളതുമായ നടത്തിപ്പിന് ഫലപ്രദമായ ഒരു ഭൗതിക വിതരണ സമ്പ്രദായം ആവശ്യമാണ്. ഇതിന്റെ അഭാവത്തിൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ വൈകിയോ തെറ്റായ അളവിലോ
തെറ്റായ സവിശേഷതകളിലോ എത്തിച്ചേരുന്നതിന് കാരണമാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഉപഭോക്തൃ അസംതൃപ്തിക്ക് ഇടയാക്കുകയും അതുവഴി ബിസിനസ് നഷ്ടപ്പെടാനും ബിസിനസിന്റെ ഗുഡ് വിൽ അല്ലെങ്കിൽ സൽപ്പേര് കളങ്കപ്പെടാനും കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓർഡർ പ്രോസസ്സിംഗ് നടത്തി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നോക്കുക, ഇറ്റ് മീൻസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗതാഗത. ഇറ്റ് ഈസ് ദ മീൻസ് ഓഫ് ക്യാരിയിങ് ഗുഡ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ പോയിന്റ് ഓഫ് സെയിൽ. അതായത് പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ തൊട്ട് ഉൽപാദന കേന്ദ്രം മുതൽ വിൽപ്പന കേന്ദ്രം വരെയുള്ള ഉൽപ്പന്നങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും നീക്കത്തിന് അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റിനാണ് ഇതെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. It is important because unless there is no proper movement, the sales cannot be completed. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കൃത്യമായി ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് നടന്നിട്ടില്ല എങ്കിൽ നമുക്ക് വിൽപ്പന കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? ഉൽപ്പാദിപ്പിച്ച് വെയർ ഹൗസിൽ ഇരുന്നാൽ പോരല്ലോ, കസ്റ്റമറുടെ പ്ലേസിൽ നമ്മൾ എത്തിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. നോക്കുക, transportation is the means of carrying goods and raw materials from the point of production to the point of sale. ഉൽപ്പന്നങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ഉൽപാദന കേന്ദ്രം മുതൽ, അതായത് പ്രൊഡക്ഷൻ പോയിന്റ് തൊട്ട് വിൽപ്പന കേന്ദ്രം വരെ, പോയിന്റ് ഓഫ് സെയിൽസ് വരെയുള്ള നീക്കത്തിനാണ് ഗതാഗതം സഹായിക്കുക. ക്ലിയർ? അപ്പൊ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ തൊട്ട് പോയിന്റ് ഓഫ് സെയിൽസ് വരെ ഉള്ള ഉൽപ്പന്നങ്ങളുടെ മൂവ്മെന്റിനാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് വെയർ ഹൗസിംഗ് ആണ്. എന്താണ് വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാല്? സംഭരണശാലയിൽ സൂക്ഷിക്കുക അല്ലെ, വെയർ ഹൗസ്. ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ ഫാക്ടർ ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. ഉൽപ്പന്നങ്ങളുടെ മൂവ്മെന്റിലെ മറ്റൊരു ഒഴിവാക്കാനാകാത്ത ഫാക്ടറാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് the decisions regarding type of warehouse, location of warehouse, cost of warehousing, etc. ഈ വെയർ ഹൗസിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു പല തീരുമാനങ്ങളും നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ വെയർ ഹൗസിൽ ഏത് ടൈപ്പ് വെയർ ഹൗസ് വേണം, നമ്മളുടെ കമ്പനിയുടെ ഓൺ വെയർ ഹൗസിൽ വേണോ? അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യും? റെന്റഡ് വെയർ ഹൗസ് അല്ലെ, മറ്റേതെങ്കിലും പാർട്ടികളുടെ വെയർ ഹൗസ് വാടകയ്ക്ക് എടുത്ത് അവിടെ ആയിരിക്കും ഗുഡ്സ് കീപ്പ് ചെയ്യുക. അതുപോലെ ലൊക്കേഷൻ ഓഫ് വെയർ ഹൗസ്, വെയർ ഹൗസിന്റെ ലൊക്കേഷൻ, കോസ്റ്റ് ഓഫ് വെയർ ഹൗസിംഗ്, ഇതെല്ലാം വെയർ ഹൗസിംഗുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. വെയർ ഹൗസിംഗ് refers to the act of sorting and assorting products in order to create time utility in them. ഉൽപാദനവും ഉപഭോഗവും തമ്മിൽ സമയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നില്ല, കൺസ്യൂം ചെയ്യുന്നില്ല. അത് ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അപ്പൊ അവിടെ എന്തുണ്ടാകും? ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് സമയ ഉപയോഗ്യത സൃഷ്ടിക്കുന്നതിനായി സംഭരിക്കുകയും തരംതിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് വെയർ ഹൗസിംഗ് അല്ലെങ്കിൽ സംഭരണശാലയിൽ സൂക്ഷിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോർട്ട് ചെയ്യുക അല്ലെ, അതായത് തരംതിരിക്കുക. ഉൽപ്പന്നങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് അസോർട്ടിങ്, അതിനെ തരംതിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതുവഴി എന്താ ലഭിക്കുന്ന? വെയർ ഹൗസിംഗ് എന്ത് യൂട്ടിലിറ്റിയാണ് നൽകുന്നത്? ടൈം യൂട്ടിലിറ്റി. കാരണം എന്താണ് ടൈം യൂട്ടിലിറ്റി എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് പ്രൊഡക്ഷൻ ടൈം എന്ന് പറയുന്നത് ഒന്നാണ്, കൺസംഷൻ ടൈം എന്ന് പറയുന്നത് വേറൊന്നാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കുറെ ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ ടൈം ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഏതാണ്? ഈ വെയർ ഹൗസിംഗ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് വെയർ ഹൗസിംഗ് എന്ത് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്? ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച ഓർക്കുന്നില്ലേ? അപ്പൊ വെയർ ഹൗസിംഗ് refers to the act of storing and assorting products in order to create time utility in them. Clear? ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും അത് തരംതിരിക്കുക. അസോർട്ട് ചെയ്യുക മീൻസ് തരംതിരിക്കുക. സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ സംഭരിക്കുക, അസോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തരംതിരിക്കുന്നു. ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.
Generally, larger the number of warehouses a firm has, lesser would be the time taken in serving customers at different locations, but greater would be the cost of warehousing and vice versa. Thus, the firm has to strike a balance between the cost of warehousing and the level of customer service. അതായത് സാധാരണയായിട്ട് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് വെയർഹൗസ് ഉണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് വിവിധ സ്ഥലങ്ങളിലുള്ള ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കാലതാമസം വളരെ കുറവായിരിക്കും. അതായത് ഒരുപാട് നമ്പർ ഓഫ് വെയർഹൗസ് പല സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിവിധ സ്ഥലങ്ങളിലെ കസ്റ്റമേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാം. എന്നാൽ ഈ വെയർ ഹൗസിങ്ങിന്റെ പരിപാലന ചെലവ് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലായിരിക്കും. ഈ വെയർ ഹൗസ് ഒക്കെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എസ്റ്റാബ്ലിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? സ്ഥാപനം വെയർ ഹൗസിംഗ് പരിപാലന ചെലവും അതുപോലെ തന്നെ ഉപഭോക്തൃ സേവന തോതും തമ്മിൽ ഒരു ബാലൻസ് കൈവരിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് വെയർ ഹൗസിങ്ങും ലെവൽ ഓഫ് കസ്റ്റമർ സർവീസും തമ്മിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ ഒരുപാട് ക്യാഷ് മുടക്കി നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ വെയർ ഹൗസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടി പോകും. നമ്മൾ ആ കോസ്റ്റും ലെവൽ ഓഫ് കസ്റ്റമർ സർവീസും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ വെയർ ഹൗസിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുവാനായിട്ട്. ഇനി അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻവെന്ററി കൺട്രോൾ ആണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചരക്ക് വിവര പട്ടിക നിയന്ത്രണം. നോക്കാം. ഇൻവെന്ററി കൺട്രോൾ. In order to ensure prompt supply of goods, a proper inventory level must be maintained. പ്രോംപ്റ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് നമ്മൾ കൃത്യമായിട്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആവശ്യമായ സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ടു ഹൈ ഓർ ടു ലോ. നമ്മുടെ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലും വേണ്ട, തീരെ കുറഞ്ഞു പോകരുത്. ഒരു കൃത്യമായ ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഹൈ ലെവൽ ഓഫ് ഇൻവെന്ററി റിസൾട്ട്സ് ഇൻ ബ്ലോക്കിംഗ് അപ്പ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഹൈ മാനേജ്മെന്റ് കോസ്റ്റ്. നമ്മൾ ഒരുപാട് ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് കീപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാപിറ്റൽ അത്രയും ബ്ലോക്ക് ആയി പോവുകയാണ്. അത് വിറ്റ് തീർന്നാലല്ലേ നമുക്ക് ക്യാഷ് കിട്ടുകയുള്ളൂ. അത് ഹൈ മാനേജ്മെന്റ് കോസ്റ്റിന് ഇടവരുത്തും. ലോ ലെവൽ മേ ലീഡ് ടു സ്റ്റോക്ക് ഔട്ട് സിറ്റുവേഷൻ. എന്നാൽ തീരെ കുറവാണ് ഇൻവെന്ററി എങ്കിൽ നമുക്ക് ചോദിക്കുമ്പോൾ ഉൽപ്പന്നങ്ങൾ എടുത്തു കൊടുക്കാനായിട്ട് ഉണ്ടാവുകയുമില്ല. സ്റ്റോക്ക് ഔട്ട് ആണെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതിനിടയ്ക്ക് നമുക്കൊരു കൃത്യമായ ഇൻവെന്ററി ലെവൽ നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. പാഠഭാഗത്തേക്ക് പോകാം. A very important decision in respect of inventory is deciding about the level of inventory. ഒരു ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്? എത്രമാത്രം ഇൻവെന്ററി വേണം എന്ന് തീരുമാനിക്കുകയാണ്. അതായത് നമ്മുടെ ശേഖരത്തില് സ്റ്റോക്കില് എത്രമാത്രം ചരക്കുകൾ വേണമെന്ന് നിർണ്ണയിക്കുന്നത് ചരക്ക് വിവര ഇൻവെന്ററി കൺട്രോളിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്. എന്താണ്? ഡിസൈഡിങ് അബൌട്ട് ദി ലെവൽ ഓഫ് ഇൻവെന്ററി. എത്രമാത്രം ലെവൽ ഓഫ് ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഹയർ ദ ലെവൽ ഓഫ് ഇൻവെന്ററി, higher will be the level of service to the customers. But the cost of carrying the inventory will also be high because lot of capital would be tied up in the stock. Thus, a balance is to be maintained in respect of cost and customer satisfaction. അപ്പൊ ഈ ചരക്ക് സംഭരണ നില ഇൻവെന്ററി ലെവൽ ഉയരും തോറും ഉപഭോക്താക്കൾക്ക് കൃത്യസമയത്ത് ഉൽപ്പന്നം നൽകാനും അതുവഴി ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്താനും കഴിയും. ഹൈ ലെവൽ ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്താൽ. എന്നാൽ ഇത്തരത്തിൽ വളരെയധികം ചരക്കുകൾ കെട്ടിക്കിടക്കുന്നത് വഴി അത് എന്തിലേക്ക് നയിക്കുകയും ചെയ്യും? ക്യാപിറ്റൽ മൂലധന വർധനവിന് കാരണമാവുകയും നമ്മളുടെ ചരക്ക് സംഭരണ ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ചരക്ക് സംഭരണ ചെലവും അതായത് കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉപഭോക്തൃ സംതൃപ്തിയും തമ്മിൽ ഒരു ബാലൻസ് കൈവരിക്കേണ്ടതുണ്ട്. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഇൻവെന്ററി
മായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്രയുമാണ് നമ്മൾക്ക് കമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഹെഡിൽ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓർഡർ പ്രോസസ്സിംഗ് അല്ലെ. കമ്പോണൻസിനകത്ത് ഏതൊക്കെയാണ്? നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. ഫസ്റ്റ് എന്താണ് നമ്മൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു, ഓർക്കുന്നുണ്ടല്ലോ? അതിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഓർഡർ പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, ഇൻവെന്ററി കൺട്രോൾ. ഇത്രയുമാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും അതിന്റെ കമ്പോണൻസും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.